അപ്പോൾ വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൻ്റെ ഒരു ലാസ്റ്റ് ക്ലാസ്സാണിത്. അപ്പോൾ പറഞ്ഞു വാസ്കോഡഗാമ സാമറിനെ കാണാനായിട്ട് ചെന്നപ്പോൾ സാമറിൻ അവിടെ ഇല്ല, സാമറിൻ റിസീവ് ചെയ്യാൻ ഇല്ല എന്നറിഞ്ഞിട്ട് വാസ്കോഡഗാമ തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ വാസ്കോഡഗാമയ്ക്ക് ആ സമയത്ത് സാമറിനെ കാണാനായിട്ട് പറ്റിയില്ല, വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Finding that he was not to be outwitted, the authorities eventually arranged for an interview. മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി വാസ്കോഡഗാമ ഒരിക്കൽ പോലും ഔട്ട്വിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി ലംഘിക്കുകയോ തെറ്റായ കാര്യങ്ങളൊന്നും വാസ്കോഡഗാമ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു ഒരു തവണയെങ്കിലും വാസ്കോഡഗാമയ്ക്ക് സാമറിനായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർവ്യൂവിനുള്ള അവസരം കൊടുക്കാമെന്ന്. സെൻഡിങ് എ ഫാക്ചർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വിത്ത് ദ പ്രസൻസ് ഫോർ ദ കിങ്. അപ്പോൾ വാസ്കോഡഗാമോട് പറഞ്ഞു ഇങ്ങനെ സാമറിനായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാസ്കോഡഗാമ സാമുദ്രീനെ കാണാൻ വരികയാണ്. അപ്പോൾ വാസ്കോഡഗാമ എത്തുന്നതിന് മുമ്പ് ഒരു ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാവിനെ കാണാനായിട്ട് വെറുതെ വരാൻ പറ്റില്ല. രാജാവിനെ കാണുമ്പോൾ ഒരുപാട് കാഴ്ചദ്രവ്യങ്ങളും ഗിഫ്റ്റുകളും സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ രാജാവിനുള്ള ഗിഫ്റ്റുകളുമായിട്ട് വന്ന സാമറിനുള്ള ഗിഫ്റ്റുകളുമായിട്ട് രാജാവിനുള്ള ഗിഫ്റ്റുകളുമായിട്ട് വന്നിട്ടുള്ള വാസ്കോഡഗാമയുടെ ആളെയാണ് എന്തെന്ന് പറയുന്നത് ഫാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ചറും ഉണ്ട്. വിത്ത് ദ പ്രസൻസ് ഫോർ ദ കിങ്, രാജാവിന് ഒരുപാട് ഗിഫ്റ്റുകളും കൊണ്ടാണ് വാസ്കോഡഗാമ വന്നിട്ടുള്ളത്. ദ ഗാമ ascertained that this time he was there and ready to receive him. ഓക്കെ, ഉറപ്പാണ് ഇപ്പോൾ വാസ്കോഡഗാമനെ റിസീവ് ചെയ്യാനായിട്ട് സാമറിൻ ഉണ്ടായിരിക്കും, സാമറിനെ കാണാൻ പറ്റുമെന്ന് ഗാമയ്ക്ക് ഉറപ്പാണ്. ആൻഡ് ഹി പ്രൊസീഡഡ് ടു ദ ഇൻ്റർവ്യൂ accompanied by 12 men who were well dressed and of good appearance. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് സാമറിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഒരു 12 ആളും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. He himself was in a long cloak coming down to his feet of tawny colored satin. ഇനി വാസ്കോഡഗാമയുടെ വേഷവിധാനം അല്ലെങ്കിൽ ഡ്രസ്സിനെ പറ്റിയിട്ടാണ് പറയണത്. ഒരു ലോങ് ക്ലോക്ക് ഉണ്ട്. ലോങ് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ്. കമ്മിങ് ഡൗൺ ടു ഹിസ് ഫീറ്റ് ഓഫ് ടോണി കളേർഡ് സാറ്റിൻ. അത് കാൽമുട്ട് വരെ ആ ഒരു ഡ്രസ്സുണ്ട്, ഒരു ഗൗൺ പോലെയൊക്കെ സാറ്റിനാണ്. ലൈൻഡ് വിത്ത് സ്മൂത്ത് ബ്രോക്കേഡ്. ലൈനിങ് അറ്റത്തൊക്കെ ഇങ്ങനെ ബ്രോക്കേഡ് ഉണ്ട്, സ്മൂത്തായിട്ടുള്ള ബ്രോക്കേഡ്. ആൻഡ് അണ്ടർനീത്ത് ആൻഡ് ഷോർട്ട് ട്യൂണിക് ഓഫ് ബ്ലൂ സാറ്റിൻ. വേറെ ട്രൗസർ പോലത്തെ ഒരു ഡ്രസ്സും അതിൻ്റെ താഴെ കാണാൻ പറ്റും, അതും ബ്ലൂ സാറ്റിനാണ്. ആൻഡ് വൈറ്റ് ബസ്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസ്. ആൻഡ് ഓൺ ഹിസ് ഹെഡ് എ ക്യാപ്പ്, തലയിലൊരു തൊപ്പിയുണ്ട്. വിത്ത് ലാപ്പറ്റ്സ് ഓഫ് ബ്ലൂ വെൽവെറ്റ് ആണ് അതിലുള്ളത്. വിത്ത് എ വൈറ്റ് ഫെദർ, ഒരു വെളുത്ത തൂവലുണ്ട്. ഫാസ്റ്റൻ അണ്ടർ എ സ്പ്ലെൻഡിഡ് മെഡൽ ഉണ്ട് അദ്ദേഹത്തിന്. ആൻഡ് എ വാല്യുബിൾ ഇനാമൽ കോളർ, അതിൻ്റെ ഒരു കോളർ എങ്ങനെയാണ്, ഇനാമലാണ്. ഓൺ ഹിസ് ഷോൾഡേഴ്സ്, ഒരു പടച്ചട്ട പോലെയൊക്കെ. ആൻഡ് എ റിച്ച് സാഷ് വിത്ത് എ ഹാൻസം ഡാഗർ, ഒരു കടാരയുണ്ട്. ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടാര, ഹാൻസം ആയിട്ടൊരു കടാരയുണ്ട് കയ്യിൽ. അതാണ് വാസ്കോഡഗാമയുടെ അപ്പിയറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് വാസ്കോഡഗാമയുടെ ഡ്രസ്സ്, വേഷവിധാനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് സാമറിൻ, രാജാവാണ്. എങ്ങനെയാണ് രാജാവിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഡ്രസ്സ്? ദ അപ്പിയറൻസ് ഓഫ് ദ കിങ് അറ്റ് ദിസ് ഇൻ്റർവ്യൂ ഈസ് ദസ് ഡിസ്ക്രൈബ്ഡ്. എങ്ങനെയാണ് രാജാവെന്ന് വിവരിക്കാൻ പോവാണ്. ദ കിങ് വാസ് സിറ്റിംഗ് ഇൻ ഹിസ് ചെയർ. രാജാവ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. വിത്ത് ദ ഫാക്ടർ, തൊട്ടടുത്ത് തന്നെ ആരുണ്ട്? ഭൃത്യനുണ്ട്. ഹു ഹാഡ് പ്രിസീഡഡ് ദ ഗാമ വിത്ത് പ്രസൻസ്. അപ്പോൾ ഈ ഒരു ഗാമ രാജാവിന് കൊണ്ടുവന്നിട്ടുള്ള പ്രസൻസുമായിട്ട് വന്നതാണ് ആര്? ഫാക്ടർ, ഈ ഒരു ഭൃത്യൻ. ഹാഡ് ഗോട്ട് ഹിം ടു സിറ്റ് അപ്പോൺ. ഹി വാസ് എ വെരി ഡാർക്ക് മാൻ. ഈ രാജാവ് ഇരുണ്ടിട്ടാണ്, ഡാർക്കാണ്, കറുത്തിട്ടാണ്. ഹാഫ് നേക്കഡ്, നമുക്കറിയാം പണ്ടത്തെ രാജാക്കന്മാർ ഇങ്ങനെ മുണ്ടൊക്കെയാണ്, ബാക്കി മേൽവസ്ത്രം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഹാഫ് നേക്കഡ് എന്ന് പറയുന്നത്.
ആൻഡ് ക്ലോത്ത്ഡ് വിത്ത് എ വൈറ്റ് ക്ലോത്ത്സ്, എല്ലാ ഡ്രസ്സും വെള്ള നിറമാണ്. ഫ്രം ദ മിഡിൽ ടു ദ നീസ്, എല്ലാത്തിനും വൈറ്റ് കളറാണ് കൂടുതൽ. വൺ ഓഫ് ദീസ് ക്ലോത്ത്സ് എൻറ്റർ ഇൻ എ ലോങ് പോയിന്റ് ഓൺ വിച്ച് വേർ ത്രെഡഡ് സെവറൽ ഗോൾഡ് റിങ്സ്, ഒരുപാട് ഗോൾഡ് റിങ്ങുകളുണ്ട്. വിത്ത് ലാർജ് റൂബീസ്, വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ. വിച്ച് മെയ്ഡ് എ ഗ്രേറ്റ് ഷോ, കാണുമ്പോൾ തന്നെ ഭയങ്കര ഷോ ആണ്. ഹി ഹാഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ആം, ഇടത്തെ കയ്യുമ്മേ, എ ബ്രേസ്ലെറ്റ് എബവ് ദ എൽബോ, എൽബോ എന്ന് പറഞ്ഞാൽ മുട്ട്, മുട്ടിന് മേലെയായിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് എൽബോയ്ക്ക് മുകളിലായിട്ട്. ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഈ മാരേജിനൊക്കെ സ്ത്രീകൾ ഇങ്ങനെ മുട്ടിന് മേലെയായിട്ട് ഒരു വിങ്കി പോലത്തെ ഒരു ആഭരണമാണത്, അതുണ്ട്. ഇറ്റ് സീംഡ് ലൈക്ക് 3 റിങ്സ്, ആ ഒരു ബ്രേസ്ലെറ്റുമ്പോൾ 3 റിങ്ങുകൾ കാണാനായിട്ട് പറ്റും. ദ മിഡിൽ വൺ ലാർജർ ദാൻ അതേഴ്സ്, നടുവിലുള്ളതാണ് വലുത്. ഓൾ സ്റ്റഡഡ് വിത്ത് റിച്ച് ജ്വൽസ്, എല്ലാത്തിനും വലിയ വലിയ ജ്വൽസാണ്. പർട്ടിക്കുലർലി ദ മിഡിൽ വൺ, ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ളത് മിഡിൽ വൺ, നടുവിലുള്ളതിലാണ്. വിച്ച് ബോസ്റ്റ് ലാർജ് സ്റ്റോൺസ് ഉണ്ട്, വിച്ച് കുഡ് നോട്ട് ഫെയിൽ ടു ബി ഓഫ് വെരി ഗ്രേറ്റ് വാല്യൂ, ഒക്കെ ഭയങ്കര പ്രഷ്യസ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഫ്രം ദിസ് മിഡിൽ റിംഗ്, ഈ നടുവിലത്തെ റിങ്ങിൽ നിന്നും, നടുവിലത്തെ വളയത്തിൽ നിന്നും, ഹങ് എ പെൻഡൻറ്റ് സ്റ്റോൺ, ഒരു ലോക്കറ്റ് പോലത്തെ ഒരു കല്ലുണ്ട്. വിച്ച് ഗ്ലിറ്റേർഡ്, അത് മിന്നിത്തിളങ്ങുന്നുണ്ട്. ഇറ്റ് വാസ് എ ഡയമണ്ട്, അത് വജ്രമാണ്, ഉറപ്പാണ്. ഓഫ് ദ തിക്നെസ് ഓഫ് എ തമ്പ്, ഒരു കൈയിൻ്റെ തമ്പിൻ്റെ അത്രയും തിക്നെസ് ഉള്ളൊരു ഡയമണ്ടാണത്, അത് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇറ്റ് സീംഡ് എ പ്രൈസ്ലെസ് തിങ്, അതിന് വില പറയാനായിട്ട് പറ്റില്ല, അത്രയും പ്രഷ്യസ് ആണെന്ന് തോന്നുന്നു എന്ന് പറയാം. ഇനി റൗണ്ട് ഹിസ് നെക്ക്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാസ് എ സ്ട്രിങ് ഓഫ് പേൾസ്, മുത്തുകളുടെയൊക്കെ ഒരു വളയം കാണാം. എബോവ് ദ സൈസ് ഓഫ് ഹേസൽ നട്ട്സ്, അണ്ടിപ്പരിപ്പ് പോലെയൊക്കെയുള്ള ഒരു നട്ടാണ്, അത്ര വലുപ്പത്തിലുള്ള പേളുകൾ. ദ സ്ട്രിങ് ടു 2 ടേൺസ്, അങ്ങനെ 2 സ്ട്രിങ് ഉണ്ട്, 2 വളയം. ആൻഡ് റീച്ച്ഡ് ടു ഹിസ് മിഡിൽ, അബവ് ഇറ്റ്, അതിന് മുകളിലായിട്ട്. ഹി വോർ എ തിൻ ഗോൾഡ് ചെയിൻ, ഒരു ചെറിയ ഗോൾഡിൻ്റെ മാലയുണ്ട്. വിച്ച് ബോർ എ ജ്വൽ ഓഫ് ദ ഫോം ഓഫ് ഹാർട്ട് സറൗണ്ടഡ് വിത്ത് ലാർജ് പേൾസ്, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള എന്തോ ഒരു ജ്വല്ലുണ്ട്, അതിന് ചുറ്റും പേൾസും ഉണ്ട്. ആൻഡ് ഓൾ ഫുൾ ഓഫ് റൂബീസ്, അതൊക്കെ റൂബീസാണ്. ഇൻ ദ മിഡിൽ, നടുവിലായിട്ട് ഒരു ഗ്രീൻ സ്റ്റോൺ, പച്ചക്കല്ല് കാണാൻ പറ്റും, ലാർജ് ബീൻ്റെ സൈസ് ഉണ്ട് അത്. വിച്ച് ഫ്രം ഇറ്റ്സ് ഷോയിനെസ് വാസ് ഓഫ് ഗ്രേറ്റ് പ്രൈസ്, വിച്ച് വാസ് കോൾഡ് ആൻ എമറാൾഡ്, ഇത് മരതകമാണെന്ന് തോന്നുന്നു, അതിൻ്റെ കളറ് ഗ്രീൻ കളറാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഇൻഫോർമേഷൻ വിച്ച് ദ കാസ്റ്റീലിയൻ ആഫ്റ്റർവേർഡ്സ് ഗേവ്, അവിടെ കാസ്റ്റീലിയൻ എന്ന് പറഞ്ഞാൽ എന്താ, കാസ്റ്റൽ ഏരിയയിൽ നിന്ന് വന്ന ഒരാളെയാണ് നമ്മളവിടെ എന്തെന്ന് പറയുന്നത്, കാസ്റ്റീലിയൻ, അതായത് സ്പെയിൻകാരനാണെന്ന് അർത്ഥം. ക്യാപ്റ്റൻ മേജർ ഓഫ് ഹിസ് ജ്വൽ ആൻഡ് ഓഫ് ദാറ്റ് വിച്ച് വാസ് ഇൻ ദ ബ്രേസ്ലെറ്റ്, അപ്പോൾ ഒരു സ്പെയിനിൽ നിന്ന് വന്ന ഒരാളാണ് ആ ഒരു മരതകം കൊടുത്തതെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ഓഫ് ദാറ്റ് വിച്ച് വാസ് ഇൻ ദ ബ്രേസ്ലെറ്റ് ഓൺ ഹിസ് ആം ആൻഡ് ഓൺ അനദർ പേൾ വിച്ച് ദ കിങ് വാസ് സസ്പെൻഡഡ് ഇൻ ഹിസ് ഹെയർ, അങ്ങനെ മുടിയിൽ കയ്യിലൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് രത്നങ്ങളൊക്കെ ഉണ്ട്. ദേ വേർ ഓൾ ബിലോങ്ങിങ് ടു ഏൻഷ്യൻ ട്രഷറി ഓഫ് കിങ്സ് ഓഫ് കാലിക്കറ്റ്, ചിലതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാവും, ബാക്കിയുള്ളതൊക്കെ രാജാവിന് പാരമ്പര്യമായി കിട്ടി പോകുന്നതാവും. ദ കിങ് ഹാഡ് ലോങ് ഡാർക്ക് ഹെയർ, കറുത്ത നീണ്ട മുടിയാണ് രാജാവിനുള്ളത്. ഓൾ ഗാതേർഡ് അപ്പ് ആൻഡ് ടൈഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഹിസ് വിത്ത് എ നോട്ട് മെയ്ഡ് ഇൻ ഇറ്റ്, നമ്മൾ പറയില്ലേ കുടുമ കെട്ടുകയെന്ന്, അപ്പോൾ ആ മുടി മുഴുവൻ ഇങ്ങനെ തലയിലൊരു സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് റൗണ്ട് ദ നോട്ട് ഹി ഹാഡ് എ സ്ട്രിങ് ഓഫ് പേൾസ്, ആ മുടിക്ക് ചുറ്റും ഉണ്ട് പേൾസ്, ലൈക്ക് ദോസ് റൗണ്ട് ഹിസ് നെക്ക്, കഴുത്തിലുള്ള പോലെ തന്നെ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്, ആ വളയത്തിൻ്റെ അറ്റത്ത് എ പെൻഡൻറ്റ് പേൾ, ഒരു ലോക്കറ്റ് പോലത്തെ പേൾ കാണാം, പിയർ ഷേപ്പുള്ളത്. ആൻഡ് ലാർജർ ദാൻ ദ റെസ്റ്റ്, ബാക്കി എല്ലാത്തിനേക്കാളും വലുതാണ്. വിച്ച് സീംഡ് എ തിങ് ഓഫ് ഗ്രേറ്റ് വാല്യൂ, അതിനും ഒരു പണം ഉണ്ടെന്ന് ഉറപ്പാണ്. ഹിസ് ഇയേഴ്സ് വേർ പിയേഴ്സ്ഡ്, ചെവി കുത്തിയിട്ടുണ്ട്, കാത് കുത്തിയിട്ടുണ്ട്, അതായത് കാതിൽ കമ്മലുണ്ട്. വിത്ത് ലാർജ് ഹോൾസ്, വലിയ ഓട്ടയാണ്. വിത്ത് മെനി ഗോൾഡ് ഇയർ റിങ്സ് ഓഫ് റൗണ്ട് ബീഡ്സ്, ഒരുപാട് കമ്മലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ക്ലോസ് ടു ദ കിങ് സ്റ്റുഡ് എ ബോയ്, രാജാവിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഹിസ് പേജ്,
പേജ് എന്ന് പറഞ്ഞാൽ എന്താ? സെർവൻ്റ്, അദ്ദേഹത്തിൻ്റെ ഭൃത്യനാണ്. വിത്ത് എ സിൽക്ക് ക്ലോത്ത് റൗണ്ട് ഹിം ഹി ഹെൽഡ് എ റെഡ് ഷീൽഡ് വിത്ത് എ ബോർഡർ ഓഫ് ഗോൾഡ് ആൻഡ് ജ്വൽസ് and a boss in the center of a span's breadth of the same materials, and the rings inside for the arms were of gold. ഓക്കെ, അപ്പം ഇനി രാജാവിൻ്റെ ആഭരണങ്ങളാണ് പറയുന്നത്. ഓൾസോ എ ഷോർട്ട് ഡ്രോൺ sword ഓഫ് എൽസ് ലെങ്ത് റൗണ്ട് അറ്റ് ദ പോയിന്റ് വിത്ത് എ ഹിൽറ്റ് ഓഫ് ഗോൾഡ് ജ്വല്ലറി വിത്ത് എ പെൻഡൻറ്റ് പേൾസ്. അദ്ദേഹത്തിൻ്റെ സോഡിലും വാളിലും നമുക്ക് ആഭരണങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ, മുത്തുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടാണ് ആ ഒരു സെർവൻ്റ് നിൽക്കുന്നത്. ഓൺ ദ അതർ സൈഡ്, രാജാവിൻ്റെ മറുവശത്ത് സ്റ്റുഡ് അനദർ പേജ്, മറ്റൊരു സെർവൻ്റ് ഉണ്ട്. ഹു ഹെൽഡ് എ ഗോൾഡ് കപ്പ്. അതിലെന്താ ഉള്ളത്? ഒരു സ്വർണ്ണ കപ്പാണ് ആ ഒരു സെർവൻറ്റിൻ്റെ കയ്യിലുള്ളത്. വിത്ത് എ വൈഡ് റിംഗ്, ആ ഒരു കപ്പിൻ്റെ വായ വലുതാണ്. ഇൻറ്റു വിച്ച് ദ കിങ് സ്പാറ്റ്, അതിലേക്കാണ് രാജാവ് മുറുക്കി തുപ്പുക. മുറുക്കിയിട്ട് രാജാവ് തുപ്പുക ആ ഒരു എന്താ പറയുക ഗോൾഡ് കപ്പിലേക്കാണ്, സ്വർണ്ണ കപ്പിലേക്കാണ്. ആൻഡ് അറ്റ് ദ സൈഡ് ഓഫ് ഹിസ് ചെയർ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചെയറിൻ്റെ കസേരയുടെ സൈഡിലായിട്ട് വാസ് ഹിസ് ചീഫ് ബ്രഹ്മൺ, അദ്ദേഹത്തിൻ്റെ ചീഫ് ബ്രഹ്മൺ കാണാൻ പറ്റും. ഹു ഗേവ് ഹിം ഫ്രം ടൈം ടു ടൈം എ ഗ്രീൻ ലീഫ്. അവിടെ സൈഡിലിരിക്കുന്ന ഒരാൾ എപ്പോഴും ഇങ്ങനെ ഗ്രീൻ ലീഫ്, വെറ്റിലയാണത്, കൊടുക്കും. ഫോൾഡിങ് വിത്ത് അതർ തിങ്സ്, വെറ്റിലയിൽ എന്തൊക്കെയോ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് മുറുക്കാൻ പോലെ കൊടുക്കും. ഇൻസൈഡ് ഇറ്റ് വിത്ത് ദ കിങ് എയ്റ്റ്, കിങ് അത് കഴിക്കും, രാജാവ് എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കും. ആൻഡ് സ്പാറ്റ് ഇൻ ടു ദ കപ്പ്, അത് തുപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് രാജാവിൻ്റെ അപ്പിയറൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. വാസ്കോ ഡ ഗാമയുടെ ഫിസിക്കൽ അപ്പിയറൻസും കിങ് അതായത് സാമറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കുക. ദ ഗാമ ഓൺ റീച്ചിങ് ദ കിങ്സ് പ്രസൻസ് മെയ്ഡ് പ്രൊഫൗണ്ട് സല്യൂട്ടേഷൻസ്. രാജാവിനെ കണ്ടപ്പോൾ വാസ്കോ ഡ ഗാമ എന്താണ് ഗ്രീറ്റ് ചെയ്തു, താഴ്ന്ന് വണങ്ങി. ആൻഡ് ദ കിങ് ബോഡ് ഹിസ് ഹെഡ്, രാജാവും തിരിച്ച് എന്താണ് അഭിസംബോധന ചെയ്തു. ആൻഡ് ഹിസ് ബോഡി എ ലിറ്റിൽ എക്സ്റ്റെൻഡഡ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ആം and with the points of fingers touched the right hand of Captain Major and bade him sit upon the dais upon which he was. അങ്ങനെ വാസ്കോ ഡ ഗാമയോട് ഇരിക്കാൻ പറഞ്ഞു രാജാവ്. ബട്ട് ദ ഗാമ ഡിക്ലൈൻ ദ ഓണർ. പക്ഷെ രാജാവിന് മുൻപിൽ ഇരിക്കാനായിട്ട് വാസ്കോ ഡ ഗാമ തയ്യാറായില്ല. ആൻഡ് റിമെയിൻ സ്റ്റാൻഡിങ്, അവിടെ മൊത്തം നിന്നു. ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ഇൻ വിച്ച് ഹി പ്രസ്ഡ് ഫോർ ഫ്രീഡം ടു ട്രേഡ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്, വാസ്കോ ഡ ഗാമ ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു വ്യാപാരം ചെയ്യാൻ ഒരു എന്താണ് സ്വാതന്ത്ര്യം നൽകണമെന്നാണ്. ഇൻ ദ പ്രൊഡ്യൂസ് ഓഫ് ദ കിങ്ഡം എക്സ്പ്ലൈനിങ് വാട്ട് ഹീ വുഡ് ഗിവ് ഇൻ റിട്ടേൺ. അങ്ങനെ ഒരു അനുമതി നൽകി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക കേരളത്തിൽ ഇങ്ങനൊരു വ്യാപാരം നടത്താനുള്ള അനുമതി സാമൂതിരി നൽകിയാൽ തിരിച്ച് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വാസ്കോ ഡ ഗാമ രാജാവിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. The interview would probably have had desired result. വിചാരിച്ച പോലെ തന്നെ ഇൻ്റർവ്യൂ നല്ലൊരു സക്സസ് ആയിരുന്നു. But the Moors had meanwhile been busy bribing the chief officer of the palace guard, an official of great power, for it anyone entered where the king dwelt without his leave immediately he would order his head to be cut off at the door of the palace without asking the king's pleasure. To him then the Moors resorted in their alarm, and fresh dangers immediately beset the Gama. അപ്പോൾ വാസ്കോ ഡ ഗാമ രാജാവുമായി കണ്ട് വ്യാപാരമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മൂർസ് അല്ലെങ്കിൽ മുഹമ്മദൻസ് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്കത് ഭയങ്കര അസൂയ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും ഇത് തകർക്കാനായിട്ട് വാസ്കോ ഡ ഗാമേനെ കൊല്ലാനായിട്ട് അവർ സമീപിക്കുന്നത് ഈ സാമറിൻ്റെ അവിടെയുള്ള പാലസ് ഗാർഡിനെയാണ്. ചീഫ് ഓഫീസർ പാലസ് ഗാർഡിൻ്റെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ ഓഫീസറെയാണ്. അങ്ങനെ അയാൾക്ക് കുറച്ച് ബ്രൈബൊക്കെ കൊടുത്ത് കൈക്കൂലിയൊക്കെ കൊടുത്ത് ഏതെങ്കിലും വിധേന വാസ്കോ ഡ ഗാമയെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്, മൂർസ് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. The Portuguese had been allowed to erect a factory on the shore for trading purposes. അങ്ങനെ
ഒരു എന്താ പറയുക ഫാക്ടറി, ഒരു വ്യവസായശാല പണിതുകൊള്ളാൻ വാസ്കോഡഗാമയോട് രാജാവ് സാമറിൻ അനുമതി കൊടുക്കുകയാണ്. ആൻഡ് ദ ഗാമ വാസ് അറ്റ് ദിസ് ഫാക്ടറി ആഫ്റ്റർ ഹിസ് ഇൻ്റർവ്യൂ വിത്ത് ദ കിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള തിരക്കിലേക്ക് പോവാണ് ഗാമ. വെൻ ദ ചീഫ് ഓഫീസർ ഓഫ് ദ പാലസ് ഗാർഡ് അറൈവ്ഡ് ദർ, ആ സമയത്താണ് വാസ്കോഡഗാമേനെ ചതിക്കാനായിട്ട് മൂർസിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് സാമറിൻ്റെ പാലസ് ഗാർഡിലെ ചീഫ് ഓഫീസർ പാലൻക്വിനിൽ അവിടേക്ക് എത്തുന്നത്. പാലൻക്വിൻ എന്ന് പറഞ്ഞാൽ പല്ലക്കാണ്. പണ്ട് കാലത്ത് വലിയ വലിയ ആളുകൾ, രാജാക്കന്മാരൊക്കെ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പല്ലക്ക്, പാലക്വിൻ. Arrived there with the palanquin to conduct the Gama as he said to a second interview. എന്ത് പറഞ്ഞിട്ടാണ് ഇവർ വാസ്കോഡഗാമേനെ കാണാൻ വന്നത്? രാജാവ് രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂവിന് വാസ്കോഡഗാമേനെ ക്ഷണിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാലസ് ഗാർഡിൻ്റെ ചീഫ് ഓഫീസർ വാസ്കോഡഗാമേനെ കാണാനായിട്ട് വരുന്നത്. Encouraged by the seemingly satisfactory result of the first interview, the Gama appears to have been off his guard for the time. അപ്പോൾ ഗാമ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. ഗാമ വിചാരിച്ചു ആദ്യത്തെ ഇൻ്റർവ്യൂ നല്ല സക്സസ് ആയിരുന്നല്ലോ, അപ്പോൾ ഇനിയൊരു ഇൻ്റർവ്യൂ കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് വിചാരിച്ച് ഇവരുടെ കൂടെ പോരുകയാണ് വാസ്കോഡഗാമ. And accompanied by 8 of his men carrying stick. പക്ഷെ പിന്നീടാണ് ഗാമയ്ക്ക് മനസ്സിലാകുന്നത് ഈ ആളുകളുടെ കയ്യിലൊക്കെ എന്തുണ്ട്, വടിയുണ്ട്. Their arms having prudently left behind, he was borne off in palanquin. അവർ ഒരു എന്താ പറയുക ചതിയാണെന്ന് പതുക്കെ പതുക്കെ വാസ്കോഡഗാമയ്ക്ക് മനസ്സിലായി തുടങ്ങി. They journeyed leisurely till nightfall and were lodged all together in a house in the middle of other houses. അവരിങ്ങനെ യാത്ര ചെയ്തിട്ട് എല്ലാവരും കൂടെ എന്താ പറയുക ഒരുമിച്ചൊരു വീട്ടിൽ ഒത്തുകൂടാണ്. ആ വീടിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട്. ഹാവിങ് ഫുഡ് ബോയിൽഡ് റൈസ്, ഭക്ഷണമായിട്ട് അവിടെ വേവിച്ച ചോറ്, അതുപോലെ തന്നെ ബോയിൽഡ് ഫിഷ്, മീൻ ആൻഡ് എ ജാർ ഓഫ് വാട്ടർ, ഇതൊക്കെ വാസ്കോഡഗാമയ്ക്ക് കൊടുത്തു. നെക്സ്റ്റ് മോർണിംഗ് ദ ഡോർസ് ഓഫ് ദെയർ ഹൗസ് വെർ ഓപ്പൺഡ് വെരി ലേറ്റ്. ആ വീടിൻ്റെ വാതിൽ വളരെ വൈകിയാണ് തുറന്നത്. And only those who wished to go out for offices of nature were permitted to do so. ഓഫീസിലേക്ക് പോകേണ്ടവർക്ക് പുറത്തേക്ക് പോവാം. Thus they remained a day and another night. അവരവിടെ ഒരു ദിവസവും ഒരു രാത്രിയും കൂടെ തങ്ങി. On the next day, അടുത്ത ദിവസം they were taken. അവരെ പിന്നെയും കൊണ്ടുപോവാണ്. Among the tickets until about midday, stifled with the great heat of the sun. ഭയങ്കര ചൂടൊക്കെ ഉണ്ട്. And then they reached the banks of river. ഒരു എന്താ പറയുക നദിയുടെ തീരെത്തി. Where they were put into 2 Indian boats and so went. ഒരു ഇന്ത്യൻ ബോട്ടിലേക്കും ഗാമേനെ മാറ്റുകയാണ്. The boat with Gama went ahead. ഗാമയുമായിട്ടുള്ള ബോട്ട് മുന്നോട്ട് പോവാണ്. And reached some houses. കുറച്ച് വീടുകളുള്ള ഭാഗത്ത് എത്തുകയാണ്. Where rice was cooked and offered to him. അവിടെ വെച്ച് അദ്ദേഹത്തിന് ചോറ് കൊടുക്കുകയാണ്. The other boat with 5 men. മറ്റൊരു ബോട്ടിൽ 5 പേരുണ്ടായിരുന്നു. In it remained behind. പിന്നിൽ തന്നെ നിന്നു. And at night they were landed and put into another house. വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുക. അപ്പം ഇത്ര ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. പക്ഷേ ഇത്ര വരെ നമുക്കുള്ളൂ. പക്ഷേ ഈ ഒരു കഥയുടെ അവസാനം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൂർസിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ കൈക്കൂലി വാങ്ങിയിട്ടുള്ള ഈ ഒരു പാലസ് ഗാർഡ് ഓഫീസർ ഗാമേനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഭയം വരികയാണ്. എങ്ങാനും രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വാസ്കോഡഗാമ എന്ന് പറയുന്നത് സാമറിൻ്റെ രാജാവിൻ്റെ ഗസ്റ്റാണ്. എങ്ങാനും രാജാവ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു വലിയ വിപത്തിലേ അവസാനിക്കുള്ളൂ, ഒരു വലിയൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി വാസ്കോഡഗാമേനെ കൊല്ലാതെ വിടുകയാണ്. പിന്നീട് രാജാവ് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വാസ്കോഡഗാമേനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസാനം. നമുക്ക് ഇത്ര ഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഭാഗം ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം പിന്നീട്. ഓക്കെ, താങ്ക് യു.